അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽപ്പെട്ട ബ്രസീല്, അതുപോലെ സ്പെയിൻ തുടങ്ങിയ നാടുകളിലൊക്കെ അവിടെ കഴിവുള്ള ആള് അമേരിക്കയിലും ബ്രസീലും അതുപോലെ അർജന്റീന പല നാടുകളിലേക്ക് അവർ പോയിട്ടുണ്ട്. ഈ നാട്ടിൽ അവർ പോയ സമയത്ത് ആ നാട്ടിൽ വെച്ചുകൊണ്ട് അവർ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അവർ സംഘടനകളും മറ്റു പലതും ഉണ്ടാക്കി. അത് 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അറാബിത്തുൽ കലമിയ, അതുപോലെ പല പിന്നെ അൽ ഉസ്ബത്തുൽ അന്തലുസിയ, അങ്ങനെ പലതും നമ്മൾ പരിചയപ്പെടും. അങ്ങനെ ആ നാട്ടിൽ അവര് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കി, അറബി സാഹിത്യത്തെ വളർത്തി. അത്തരം ഉദബാക്കളെ പറ്റിയിട്ടാണ് ഉദബ ഉൽ മഹ്ജർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഉദബ കൂടുതലും ഈ മഹ്ജറിലുള്ളത് ലുബ്നാനിൽ നിന്ന് പോയ ആളുകളാണ്. ഈജിപ്തുകാരും സിറിയക്കാരൊക്കെ കുറവാണ്. കൂടുതലും പോയത് ലുബ്നാനികളാണ്. ലബ്നാൻ എന്നാണ് പറയാ. നമ്മൾ നാട്ടിലെ ആളുകൾ ലബ്നാൻ, ശരിക്കും അറബിയിൽ ലുബ്നാൻ ലാമിന് ലൊമ്മ് ചെയ്തുകൊണ്ടാണ് പറയേണ്ടത്. ലുബ്നാനികളാണ് കൂടുതലും പോയത്. അപ്പൊ നമ്മൾ ആദ്യമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദബാഉൽ മഹ്ജറിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ഉണ്ടാവുകയും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്ന ഖലീൽ, നാട്ടില് ജിബ്രാൻ എന്നാണ് പറയല്, പക്ഷെ അറബിയിൽ ജുബ്രാൻ എന്നാണ് പറയേണ്ടത്. ഖലീൽ ജുബ്രാനെ സംബന്ധിച്ച് നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാം. ഖലീൽ ജുബ്രാൻ ജനിച്ചത് 1883-ലാണ്. ഇമ്പോർട്ടന്റ് ആണ്, എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ്. 1931-ലാണ് മരണം. ഏകദേശം 48 വയസ്സ് ജീവിച്ചു എന്ന് തോന്നുന്നു. 1883-ൽ ജനനം, 1931-ൽ മരണം. ലുബ്നാന്റെ ഗ്രാമങ്ങളിൽപ്പെട്ട ബഷ്റ എന്ന് പറഞ്ഞ നാട്ടിലാണ് ജനനം. മരിച്ചത് ന്യൂയോർക്കിലാണ്. ലുബ്നാനിലെ ഗ്രാമത്തിൽപ്പെട്ട ബഷ്റ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനനം. ബഷ്റ, ന്യൂയോർക്കിൽ മരിച്ചു. എല്ലാ മതങ്ങളെയും 2-3 പ്രാവശ്യം മുമ്പുള്ള നെറ്റ് എക്സാമിൽ ചോദിച്ചു. എല്ലാ മതങ്ങളെയും നിഷേധിക്കുകയും അതുപോലെ കല്യാണം എന്നുള്ള സാമ്പ്രദായിക രീതിയെ എതിർക്കുകയും ചെയ്ത കലാകാരൻ ആര് എന്നുള്ള ചോദ്യമുണ്ട്. ഹുവ യുൻകിറു ജമീഅ ദിയാനാത്ത്, എല്ലാ മതങ്ങളെയും നിഷേധിക്കുന്നു. കാന മുത്തമജിദൻ അല ശരീഅത്തി സവാജ്, ശരീഅത്ത് സവാജ് എന്നുള്ള ആചാരത്തിനെതിരെ ആയിരുന്നു അദ്ദേഹം ശബ്ദിച്ചിരുന്നു. കല്യാണം എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ള ചോദ്യം. വേണമെങ്കിൽ ആ മാർഗം ബാക്കിയുള്ളത് സ്വീകരിക്കാൻ പറ്റുമോ? ഷവിസ പറയൂ, ചിരിക്കട്ടെ. മറ്റുള്ളവർക്ക് നമ്മളതെന്തായാലും കഴിഞ്ഞ അവസരമില്ല. അപ്പൊ ബാക്കിയുള്ളവർക്കാണ് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചത്. പിന്നെ മറ്റുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. നമ്മളെന്തായാലും ഇനി കല്യാണം അയക്കണില്ല. ഇനി ഒന്നാമത്തത് കഴിഞ്ഞില്ല. അതെ അതെ, ഒന്നാമത്തെ.
സാഫറ മാ ഉസ്ര തന്റെ 12ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു കുടുംബത്തോടു കൂടെ. സാഫറ മാ ഉസ്രത്തിഹി ഇല അമേരിക്ക 12ാമത്തെ വയസ്സിൽ 1895 അത്. 4 വർഷത്തിന് ശേഷം ബൈറൂത്തിലേക്ക് തിരിച്ചു വന്നു. 1899 ബൈറൂത്തിലേക്ക് തിരിച്ചു വന്നു. ആയിരത്തി 1899 ബൈറൂത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം 1902 ന്യൂയോർക്കിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. ഇനി ഇമ്പോർട്ടന്റ് ആണ്, 1908 അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. 1908 അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം ഡ്രോയിങ് പഠിച്ചു. പരീക്ഷയ്ക്ക് വന്ന് അൽ അദീബ് അല്ലദീ കാന റസ്സാമൻ, റസ്സാമായ കവി ആരാണ്, സാഹിത്യകാരൻ ആരാണ്, അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഖലീൽ ജിബ്രാൻ പോയത് എന്നൊക്കെ. ആയിരത്തി 1920 അദ്ദേഹം റാബിത്തത്തുൽ കലമിയ, നമ്മൾ 7ാമത്തെ യൂണിറ്റിൽ വിശാലമായി പഠിക്കും, റാബിത്തത്തുൽ കലമിയ സ്ഥാപിച്ചു 1920. പിന്നെ 2018 ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പിതാവ് ജയിലിൽ അടക്കപ്പെടുകയും സ്വത്ത് കണ്ടുകെട്ടപ്പെടുകയും ചെയ്ത സാഹിത്യകാരൻ ആരാണ്? അൽ അദീബ് അല്ലദീ സുജിന അബൂഹു വഹുജിസത് അംലാക്കുഹു. സ്വത്ത് കണ്ടുകെട്ടപ്പെടുകയും പിതാവ് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്ത സാഹിത്യകാരൻ ആരാണ്? 2018 ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ചോദ്യമാണ്, ഖലീൽ ജിബ്രാനെ പറ്റി വന്ന പ്രധാനപ്പെട്ട സംഗതികളാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, ബ്രോക്കൺ വിങ്സ്. അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, അതിന്റെ തീം എന്താണ്? അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, അതിന്റെ തീം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്നേഹ അനുഭവങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ അജ്നിഹത്തുൽ മുതകസ്സിറയുടെ തീം ഖിസ്സത്തു ഹുബ്ബിഹിൽ അവ്വൽ, തന്റെ ആദ്യത്തെ സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നത്. ഹബീബത്തിന്റെ പേര്, പ്രേമിച്ച പെണ്ണിന്റെ പേര് സൽമ കറാമ എന്നായിരുന്നു കേട്ടോ. സൽമ കറാമ എന്നായിരുന്നു.
പിന്നെ എക്സാമിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഖലീൽ ജിബ്രാന്റെ പ്രസിദ്ധമായ ഒരു കവിതയാണ് മവാക്കിബ് എന്നുള്ളത്. മവാക്കിബ്, അതിന്റെ തീം എന്താണ്? മവാക്കിബിന്റെ തീം എന്താണ്? അൽ മവാക്കിബ്. അത് എന്താണ്? മവാക്കിബ് എന്താണ്? കവിതയാണോ, പ്രസംഗമാണോ, അങ്ങനൊക്കെ. മവാക്കിബ് അത് നമ്മൾ എഴുതേണ്ടത് ഖസീദ തൊവീല ഫിൽ ഫൽസഫ, ഫൽസഫയിലുള്ള അദ്ദേഹത്തിന്റെ നീണ്ട കവിതയാണ് മവാക്കിബ്. ഖലീൽ ജിബ്രാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അൽ അവാസിഫ്. അത് എന്താണ് എന്ന് ചോദിച്ചു. അൽ അവാസിഫ്, കൊടുങ്കാറ്റ്. അൽ അവാസിഫ്, അതിന്റെ ഉത്തരം അത് മക്കാലാത്താണ്. അദ്ദേഹത്തിന്റെ മക്കാലകൾ ഒരുമിച്ച് കൂട്ടിയതാണ്. പിന്നെ അദ്ദേഹത്തിന് അറബിക്ക് പുറമെ ഇംഗ്ലീഷിലും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോ പിന്നെ ഇംഗ്ലീഷിലെ പുസ്തകങ്ങളൊക്കെ അറിയാൻ, പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. മതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടുതൽ പുസ്തകങ്ങളും ഇംഗ്ലീഷിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലെ ഒരു പുസ്തകമാണ് അൻ നബി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അത് ഒരു കവിതയാണ്. വേറെ ഒരു പുസ്തകമാണ് അത് ഹദീഖത്തുൻ നബി എന്ന് പറഞ്ഞിട്ട് വേറെ പുസ്തകമുണ്ട്. പിന്നെ മസീഹ്, അവരെ പറ്റിയിട്ട് യസു ഇബ്നുൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. പിന്നെ വേറൊരു പുസ്തകമാണ് അർബാബുൽ അർള്. അപ്പൊ ഇതൊക്കെ മതപരമായ കാര്യങ്ങളിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോ നേരെ മറിച്ചിട്ട് അറബിയിൽ എഴുതിയ കൂടുതൽ പുസ്തകങ്ങളും മൂസീഖ, അറായിസുൽ മുറൂജ്, പല പുസ്തകങ്ങളും പിന്നെ നേരെ മതവുമായി പേരിൽ തന്നെ മതം ചുവക്കാത്ത പേരുകളാണ്. അറബിയിലുള്ള അദ്ദേഹത്തിന് മറ്റൊരു പ്രസിദ്ധവും എക്സാമിൽ ചോദിക്കപ്പെട്ടതുമായ പുസ്തകമാണ് ദംഅ വബ്തിസാമ. ദംഅ വബ്തിസാമ. അത് മക്കാലാത്തുകളാണ്. ദംഅ വബ്തിസാമ. സാറേ, ആ സാർ, ചോദിച്ചോളെ. മവാക്കിബ് അവാസിഫ് എന്നുള്ള ആ കൃതി മക്കാലയാണെന്ന് ആണോ സാർ പറഞ്ഞത്? ആ, അവാസിഫ് മക്കാലാത്തുകളാണ്. റിവായ അല്ലേ? മക്കാലാത്തിന്റെ തഹത്തിൽ റിവായ വരും ഹബീബി. ആ, അങ്ങനെ. ഓക്കെ ഓക്കെ. റിവായത്തൊന്ന് ഓക്കെ, പഠിച്ചു വെച്ച പോലെ കവിത ഓർമ്മ, അല്ല, അതുകൊണ്ട് കവിത അല്ല എന്നുള്ള അർത്ഥത്തിന്. ക്ലിയർ ആക്കാൻ ചോദിച്ചതാണ്. ഓക്കെ ഹബീബി, മാഫി മുഷ്കിൽ. അതുപോലെ മുഹാദറാത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോ മീഖായിൽ നോയിമന്റെ അതൊക്കെ മക്കാലാത്തിന്റെ തഹത്തിൽപ്പെടും. പിന്നെ അർബാബുൽ അർള് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ ഒരു പുസ്തകമുണ്ട് ഇദ്ദേഹത്തിനക്ക്. ആലിഹ എന്നും ഇതിന് പേരുണ്ട്. അത് എക്സാമിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അർബാബുൽ അർള്. ഇനി അടുത്തത് ഏലിയ അബൂ മാലി.
ഇമ്പോർട്ടൻ്റ് ആണ്. 1889 ജനനം. ആയിരത്തി 1957 മരണം. 89 ഒരുപാട്, ഒരു 10-15 ആളുകളെങ്കിലും സാഹിത്യകാരന്മാര് 89 ജനിച്ചിട്ടുണ്ടാവും. വർഷം ഓർത്ത് നോക്കാൻ സുഖമാണ്. 1957 മരണം. കവിതയില് ഖലീൽ ജുബ്രാനെക്കാട്ടിലും ഉഷാറ് അബൂമാദി ആയിരുന്നു. അബൂമാദി ലുബ്നാനിലെ മുഹൈദിസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിക്കുന്നത്. ഉലിദ ബി മുഹൈദിസ ബി ലുബ്നാൻ. വതൂഫിയ ബി ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് മരണം. മൂപ്പരെ ഫലസ്തീൻ നില കവിത നമ്മുടെ സിലബസിലുണ്ട്. മാഷാ അല്ലാ. പുതിയ PG ഫസ്റ്റ് ഇയറിലാ? അല്ല, സെക്കൻഡ് ഇയറില്, തേർഡ് സെമ്മില്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇദ്ദേഹം റായിദ യുഅ്തബർ റായിദ അശ്ശേരിൽ മഹ്ജരി, മഹ്ജറിലെ കവിതയുടെ ഉപജ്ഞാതാവ്, നേതാവ് എന്നുള്ള അർത്ഥത്തിന് ഈ ലഖബ് ഇദ്ദേഹത്തിനുണ്ട്. റായിദുഷ് മഹ്ജരി എന്നുള്ള പേര്. അത് എക്സാമിന് ആ ചോദ്യം വന്നിട്ടുണ്ട്. റായിദുഷ് മഹ്ജരി ആര്? റായിദുഷ് മഹ്ജരി. ലുബ്നാനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. പട്ടിണി ലുബ്നാനിൽ കൂടിയ സമയത്ത് 1902 ഇദ്ദേഹം ആദ്യം മിസ്റിലേക്ക് വന്നു. മിസ്റിൽ നിന്ന് അദ്ദേഹം കച്ചവടത്തിൽ ഏർപ്പെട്ടു. മിസ്റിലെ സാഹിത്യകാരന്മാരോടൊക്കെ ബന്ധം പുലർത്തി. എക്സാമിന് വന്നിട്ടുണ്ട്. 1911 അദ്ദേഹം തന്റെ ആദ്യത്തെ ദീവാൻ പുറത്തിറക്കി. വർഷം ഓർമ്മ വേണേ. 1911 അദ്ദേഹം തന്റെ ആദ്യത്തെ ദീവാൻ പുറത്തിറക്കി. ആദ്യത്തെ ദീവാന്റെ പേര് തിദ്കാറുൽ മാദി എന്നാണ്. തിദ്കാറുൽ മാദി. പിന്നെ എക്സാമിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ 1912 അമേരിക്കയിലേക്ക് ഹിജ്റ പോയ ആളാരാണെന്ന്. അത് ഇയാളാണ്, അബൂമാദിയാണ്. 1912 ഹാജറ ഇലൽ വിലായത്തിൽ മുത്തഹിദത്തി സനത്ത് 1912. മിർആത്തുൽ ഖർബ്, പടിഞ്ഞാറിന്റെ കണ്ണാടി എന്നുള്ള അർത്ഥമല്ല. മിർആത്തുൽ ഖർബ് എന്ന പ്രസിദ്ധമായ മജല്ലയായിരുന്നു. ആ മജല്ലയുടെ എഡിറ്റർ ഇദ്ദേഹമായിരുന്നു. എക്സാമിന് ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം. കാന മുഹർറിറൻ ഫി മിർആത്തുൽ ഖർബി. മിർആത്തുൽ ഖർബിന്റെ എഡിറ്റർ ആയിരുന്നു, ചീഫ് എഡിറ്റർ ആയിരുന്നു. അതാരാണ്?
ഇദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത് എക്സാമിന് വന്ന തന്നെ ഒരു 4-5 മുഅല്ലഫാത്ത് ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഒന്ന് തിബിർ വ തുറാബ് ദീവാനാണ്. അത് ചോദ്യം. തിബിർ വ തുറാബ്, മണ്ണും സ്വർണവും. തിബിർ വ തുറാബ്. പിന്നെ അജ്ജംഅത്തുൽ ഖർസ മറ്റൊരു കവിതയാണ്, ഇദ്ദേഹത്തിന്റെ ദീവാനാണ്. അജ്ജംഅത്തുൽ ഖർസ, പൊട്ടനായ കണ്ണുനീർ എന്നുള്ള അർത്ഥം. അജ്ജംഅത്തുൽ ഖർസ ഒരു പ്രസിദ്ധമായ ഖസീദയാണ് ഇദ്ദേഹത്തിന്റെ. മറ്റൊന്ന് തൊലാസിം, മഷൂറായ ഖസീദയാണ് തൊലാസിം. അത് എക്സാമിന് വന്നിട്ടില്ല, പക്ഷെ വരാൻ സാധ്യത ഉണ്ട്. അജ്ജംഅത്തുൽ ഖർസ എക്സാമിന് വന്നിട്ടുണ്ട്. തൊലാസിം. പിന്നെ മറ്റ് പ്രസിദ്ധമായ 2 ദീവാനുകളാണ് ഇദ്ദേഹത്തിന്റെ. ഒന്നിന്റെ പേര് അൽ ജദാവിൽ. മീഖായിൽ നുഐമ എന്ന് പറഞ്ഞ സാഹിത്യകാരനായിരുന്നു അതിന്റെ മുഖദ്ദിമ എഴുതിയത്. അൽ ജദാവിൽ. മറ്റൊന്ന് അൽ ഖമായിൽ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 2 ഇമ്പോർട്ടന്റ്, ഷുഡ് ബി നോട്ടഡ്. അൽ ജദാവിൽ വൽ ഖമായിൽ. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ശ്രദ്ധിക്കണം. ദീവാനുകൾ തന്നിട്ട്, ഇദ്ദേഹം കവി ആയിരുന്നല്ലോ, ദീവാന് തന്നിട്ട് ഓർഡർ ആക്കാൻ ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കവികളുടെയും ആദ്യത്തെ ഇത് നോക്കിയാൽ മതി. ഇപ്പോ നാസിക്കുൽ മലായിക് ഉണ്ട് ഇറാഖിലെ, അവരെ ദീവാൻ ഓർഡർ ആക്കാൻ 2-3 എക്സാമിന് വരാറുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ ആദ്യത്തെ ദീവാന്റെ പേര് പഠിച്ചു വെച്ചാൽ മതി. എന്നാ പിന്നെ അതിനനുസരിച്ച് ഓർഡർ ആക്കാൻ കഴിയും. അല്ലെങ്കിൽ അവസാനത്തെ ദീവാന്റെ പേരെന്താന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ മുഅല്ലഫ് അവസാനത്തെ മുഅല്ലഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ മുന്നത്തെ എക്സാമിൽ നജീബ് മഹ്ഫൂദിന്റെ ആദ്യത്തെ റിവായത, അവസാനത്തെ, അങ്ങനൊക്കെ വെച്ച് ചോദ്യം ചോദിച്ചു. ഇപ്പൊ നാസിക്കുൽ മലായിക്ക. അപ്പൊ നമ്മളൊരു സൂത്രവാക്യം ഉണ്ടാക്കി വെച്ചാൽ, ഇപ്പൊ അഷ്കഷ് എന്ന് ചില ആളുകൾ പറയാണ്. അഷ്കഷ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസിക്കുൽ മലായിക്കന്റെ ആദ്യത്തെ ദീവാന്റെ പേര് ആഷിഖത്തുൽ ലൈല. അപ്പൊ അത് വെച്ചിട്ട് ഐനാണ് ആദ്യം, അഷ്കഷ്. പിന്നെ രണ്ടാമത്തത് ഷീനാണ്. അപ്പൊ ഷീൻ വേറൊരു ദീവാന്റെ പേരാണ്, ഷലായ വറുമാദ് എന്നാണ് ആ ദീവാന്റെ പേര്. അങ്ങനെ നമ്മൾ ഒരു സൂത്രവാക്യം ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യത്തെ ദീവാനും അവസാനത്തെ ദീവാനും നമ്മള് നല്ല ദീവാനുകൾ, കിസ്സകള്, റിവായകളൊക്കെ നല്ല ഓർത്ത് വെക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ടൊക്കെ നെറ്റ് എക്സാമിന് തോന്ന ആളുകളൊന്നും എക്സാമിന് പങ്കെടുക്കാറില്ലായിരുന്നു. ഇപ്പൊ എല്ലാവരും ശരിക്കും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട്. നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോ ആളുകളുടെ ജന്മവർഷം മരണവർഷം ഒക്കെ കുത്തിയിരുന്നിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പല ആളുകളും കോഴിക്കോടൊക്കെ റൂമൊക്കെ എടുത്തിട്ട് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ പിന്നെ ഏലിയ അബൂമാദ് ജനിച്ച സ്ഥലം ഏതാ, മരിച്ച സ്ഥലം ഏതാ? പിന്നെ ജനിച്ചത് 89-ലാണ്, മരിച്ചത് 57-ലാണ്. 11-ലാണ് തിദ്കാറുൽ മാദി, 12-ലാണ് വിലായത്തുൽ മുത്തഹിദയ്ക്ക് പോകുന്നത്. പിന്നെ ഖമായിലിന്റെ മുസന്നിഫാര, ജദാവിലിന്റെ മുസന്നിഫാര, ചിബുവ തുറാബ്, അജ്ജമത്തുൽ ഖർസ, അങ്ങനെ എല്ലാ സംഗതികളും നമുക്ക് ഐഡന്റാവലോട് കൂടെ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആവർത്തിച്ച് വായിച്ച് നമ്മളെ മനസ്സിൽ ഇത് ഉണ്ടാവണം. അല്ലെങ്കിൽ ആട്ടുകണ്ടൊക്കെ മാറിപ്പോകും. ഇപ്പോ ദുമൂഇ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു സാഹിത്യകാരന്റെ പുസ്തകമുണ്ട്. അതേപോലെ തന്നെ ദം ആ വബ്തിസാമ എന്നുള്ള പേരിൽ ഖലീൽ ജുബ്രാന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഒരു ഇതുണ്ട്. പാട്ടുകളൊക്കെ മാറിപ്പോകും. പിന്നെ മഅ അബിൽ അല എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ത്വാ ഹുസൈന്. അല ബാബി സിജിൻ അബിൽ അല എന്ന് പറഞ്ഞിട്ട് പുസ്തകം. അങ്ങനെ ആട്ടുകളുടെ പുസ്തകങ്ങളൊക്കെ മാറിപ്പോകും. അപ്പോ ഇനി വരാനുള്ളത് പിന്നെ JRF-നൊക്കെ 40-45 രൂപ ഒക്കെ
JRF വരുന്ന ഒരു കാലാണ് ഇനി വരാൻ പോണത്. അപ്പൊ നമ്മള് JRF അൽഹംദുലില്ലാ ഒരു 6 വർഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ റാഹത്തിനല്ലേ. അപ്പൊ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും റാഹത്താവുകയുള്ളൂ. സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഒരു നല്ല ഒരു പിന്നെ സ്റ്റേജ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ അക്കാദമിക്കൽ കാര്യങ്ങളും നമ്മുടെ ദീനീയ കാര്യങ്ങളും നമ്മുടെ കുടുംബപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നല്ലൊരു സഹായമായിരിക്കും. അപ്പൊ ഒരു റിസ്കും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു പെയിനും ഇല്ലാതെ നമുക്കൊരു 45 രൂപ നമുക്ക് മാസം 40 രൂപ ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് റാഹത്താണ്. നല്ല ഇജ്ജത്തോടു കൂടെ PhD ചെയ്യുകയും ചെയ്യാം, പ്രയാസമില്ലാതെ. അപ്പം എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ നെറ്റ് ക്ലാസ് കേൾക്കുകയും അടുത്ത പ്രാവശ്യം നമ്മളിങ്ങനെ ജക്കാത്ത് കൊടുക്കുക, ഒരാൾ പറഞ്ഞിങ്ങനെ ജക്കാത്ത് കൊടുക്കുന്നത് പോലെ 400 റുപ്യ അടുത്ത പ്രാവശ്യം, അതിന്റെ അടുത്ത പ്രാവശ്യം 400 റുപ്യ, അതിന്റെ അടുത്ത പ്രാവശ്യം 400 റുപ്യ, അതിന്റെ ഏതെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു മാസം മര്യാദയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഈസി JRF പോരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, നിങ്ങൾ നെറ്റ് എക്സാമില് ജനറൽ പേപ്പറിൽ ഒരു 30 മാർക്ക് സ്കോർ ചെയ്തു, ഒരു 60 മാർക്ക്, എന്നിട്ട് നമ്മളെ ഈ നോട്ടുകളും മറ്റൊക്കെ നിങ്ങൾ ഉഷാറാക്കിയിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ തരുന്ന നോട്ടുകൾ ഉഷാറാക്കി പഠിച്ചു എന്ന് വിചാരിക്കുക, ഈസി JRF പോരും. നമ്മളെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ JRF ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 10-30 ആളുകൾക്ക് JRF കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ 10-20 ആളുകൾ കിട്ടുന്ന സമയത്ത് ഒരു 5 ആളുകളെങ്കിലും നമ്മളെ കോളേജിൽ നിന്ന് കിട്ടണം. അപ്പൊ നമ്മള് പിന്നെ വേണോ വേണ്ടേ നമുക്കൊന്നും കിട്ടൂല അങ്ങനൊന്നും വിചാരിക്കരുത് ഒരിക്കൽ. നമ്മളെ അനുഭവം വെച്ച് പറയാണ്, നമ്മളെ കോഴിക്കോടൊക്കെ ക്ലാസ് എടുത്ത പല കുട്ടികളും വലിയൊരു ഐഡിയയോടുകൂടെ ആയിരിക്കൂല വരിക, പക്ഷെ നല്ല എഫോർട്ട് ചെയ്യും. അവിടെ അടുത്ത് ഏതെങ്കിലും മദ്രസിലോ മറ്റൊക്കെ നിന്നിട്ട് ഈ എക്സാമിന്റെ 2-3 ആഴ്ച നിന്നിട്ട് ശരിക്കും മരിച്ചായിട്ട് അധ്വാനിക്കും. നല്ല JRF വാങ്ങിയിട്ട് നെറ്റൊക്കെ വാങ്ങിയിട്ട് ഈസി ആയിട്ട് അവർ വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഹദിയിലേറ്റ ഒരു ക്ലാസ് എടുത്തിരുന്നു. അവിടെ ഒരു പിന്നെ കണ്ണുപൊട്ടനായ ഒരാൾക്ക് JRF കിട്ടി. അതേപോലെ പല കോളേജുകളിലും ഒരുപാട് കോളേജുകളിൽ ക്ലാസ് എടുത്ത അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, നമ്മളെ വർക്കാണ്. പിന്നെ ഉസ്താദുമാരും സാറുമാരൊക്കെ മിഫ്താഹ് മാത്രമേ തരുള്ളൂ, ബാക്കിയൊക്കെ നമ്മളെ സഹയും നമ്മളെ ജുഹുദുമാണ്. അപ്പൊ നമ്മള് ഒരു ആത്മാർത്ഥത കാണിച്ച് ആ പ്രാക്ടിക്കൽ ബലാഗന്റെ നോട്ടും ക്ലാസ്സുകളൊക്കെ ഒന്ന് ഉഷാറാക്കി നോക്കി മര്യാദക്കൊന്ന് വർക്ക് ചെയ്ത് ജനറൽ ഒരു 30 മാർക്ക് കിട്ടുകയാണെങ്കിൽ നെറ്റ് ഷുവറാണ് ലാ ശക്ക ഫി ദാലിക്. JRFന്റെ വിഷയത്തിൽ മാത്രമേ സംശയം ഉണ്ടാവുള്ളൂ. അപ്പൊ JRF നല്ല വർക്ക് ചെയ്താൽ JRF ഈസി ആയിട്ട് പോരും. പിന്നെ ഇനി അടുത്ത വർഷം വരും, അടുത്ത 6 മാസം കഴിഞ്ഞ് പിന്നെ വരും. അപ്പൊ നമ്മൾ ഈ പരീക്ഷ കഴിഞ്ഞ് അടുത്ത ഉഷാറാക്കണം എന്ന് വിചാരിക്കും. പിന്നെ കുറെ കഴിയും അങ്ങനെ ടൈം അവിടെ പോകും. പിന്നെ 2 മാസം ഇനിയിപ്പോ സമയമില്ലല്ലോ എന്നാണ് വിചാരിക്കും ചെയ്യും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കുറച്ചൊക്കെ നോക്കും, പിന്നെ അടുത്ത പ്രാവശ്യം നോക്കും. അങ്ങനെ ആയിട്ട് കുറെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കൊരു നല്ല വിൽ പവർ വേണം. ഇത് എനിക്ക് നേടണം, ഐ ക്യാൻ ഇൻഷാ അള്ളാഹ് സക്സസിവ്. ആ രൂപത്തിൽ എന്ത് ചെയ്യണം, ഒന്ന് എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഏകദേശം വന്ന ആളുകളൊക്കെ നല്ല പരിശ്രമിക്കുന്ന ആളുകളാണ്. JRF തന്നെയാണ് അവരുടെ ലക്ഷ്യം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു മസ്രഹിയുണ്ട്. ഒറ്റ മിനിറ്റ്. ഇതിൽ നെറ്റ് കിട്ടിയ എത്ര ആൾക്കാരുണ്ട്? ഒരാളെന്നെ 3-4 വട്ടം നേടിയിരിക്കുകയാണ് പറയാ. ബാക്കിയുള്ളവർക്ക് പുതിയ ആളുകളാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെയാണ്, അല്ലെ സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ. പുതിയ നിയമം വരുന്നുണ്ട്. നെറ്റ് തൂക്കി വിളിച്ചാല് പിന്നെ JRF കിട്ടുന്ന നിയമം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുഹൈലൊക്കെ രക്ഷപ്പെട്ടു. 4 വട്ടം കിട്ടിയിരുന്നു. ഒരു പോയിന്റോടൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നാലേ അടുത്ത തവണ ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം അവർക്ക് റിസീവ് ചെയ്ത് കൊടുത്തേക്കുക.
മാഷാ അല്ലാ, മാഷാ അല്ലാ. കൊറേ കാര്യണ്ട്. പിന്നെ ഓന് ശരിക്കും ജനറലാണ് പല ആളുകളുടെയും ഒരു വീക്ക്. ജനറലി ഞങ്ങള് ക്ലാസ് വെച്ചിരുന്നു. ഇനി അതിന്റെ ക്ലാസ് ബാക്കി തുടരുന്നുണ്ട്. മാഷാ മാഷാ അല്ലാ. നിങ്ങളുടെ ക്ലാസ് കിട്ടുന്നതോട് കൂടി അവർ ഏകദേശം ഒരു ലെവലാകും. പിന്നെ നമുക്ക് ജനറൽ കൂടി നോക്കിയാൽ മതി. ഞാന് എന്നെ കുഞ്ഞാപ്പാക്കല്ല ഉസ്താദ്. ഞാനൊരു പാവാണ്, ജീവിക്കട്ടെ. നിങ്ങളിത് കൊറേ മോട്ടിവേഷൻ തരുമ്പോ അങ്ങോട്ട് വേണ്ടേ? ഞാനൊരു പാവാണ് ഉസ്താദ്. അല്ല അങ്ങനല്ലേ, നിങ്ങള് ഞാൻ പറഞ്ഞു ഞങ്ങൾ നേടി തന്നാലാണല്ലോ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവുക. അത് ശരിയാ ശരിയാ. ഇല്ല 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 മോട്ടിവേറ്റ് ചെയ്തു പ്രതീതി ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. അല്ല അതെന്താ വെച്ചാലേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊരു വാശിയാവും. ശരിയാ. ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്തായാലും ഒന്ന് നേടി കൊടുക്കാന്നില്ല വന്നാലും എഴുതിയിട്ടാണ്. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ റിസൾട്ട് ഉണ്ടാവും. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. പോരല്ല. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. ഒറ്റ മിനിറ്റ്, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇത് നോട്ടൊന്ന് ഇതായിപ്പോയി, ഞാൻ ഇത് ചെയ്യാണ്. പിന്നെ അബുമാദി റാബിച്ച കലമിയ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, നമ്മള് റാബിച്ച കലമിയയിൽ ഉണ്ടായ ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോ പിന്നെ ഖലീൽ ജുബ്രാൻ, അതുപോലെ അബ്ദുൽ മസീഹുൽ ഹജ്ജാജ്, ആരൊക്കെയാണെന്ന് പിന്നെ അതൊക്കെ പിന്നെ എക്സാമിന് വരാറുണ്ട്. അൽ ഉസ്ബൽ അന്തലുസിയന്റെ ആളുകൾ ആരൊക്കെയാണ്? അപ്പോ പിന്നെ മീഷാൽ മാലൂഫാണ് അതിന്റെ സ്ഥാപകന്. റഷീദ് സലീമുൽ ഖൂരിയാണ്. അതൊക്കെ ഞാൻ വിശാലമായിട്ട് വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഓർമ്മ വന്നപ്പോ പറയാണ്, എക്സാമിന് സ്ഥിരമായിട്ട് വരാറുണ്ട്. പിന്നെ റാബിച്ച കലമിയന്റെ ആളാരാ, മറ്റേതിന്റെ ആളാരാന്നൊക്കെ. അപ്പൊ അബു മാദി എന്നുള്ളത് റാബിച്ച കലമിയന്റെ ആളാണ്. അദ്ദേഹം ഓർത്തഡോക്സ് മസീഹിയാണ്. ഈ അദബുൽ മഹ്ജർ മുസ്ലിംകളെ ക്രിസ്ത്യാനികളല്ലാത്ത ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. സിറിയയിൽ നിന്ന് പോയ മുസ്ലിംസ് ഉണ്ട്. കൂടുതലും നിങ്ങൾ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് ആണ്. ഇനി അടുത്തത് മീഖായിൽ നുഐമയാണ്. മീഖായിൽ നുഐമ. നമ്മളെ തോഹന്ന് മുങ്ങിക്കണ് തോന്നുന്നുണ്ട് അല്ലേ? തോഹ മുങ്ങിക്കണോ? ജൗഹരി സംഘമാണ്. ഓക്കെ 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 ഓക്കെ. 1889 ജനനം. ജനിച്ചത് ലുബ്നാനിലെ ബസ്കന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബസ്കന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലുബ്നാനിലെ ബസ്കന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദറസഫി റൂസിയ, റഷ്യൻ എംബസിയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടുകയും അങ്ങനെ റഷ്യയിൽ പഠിക്കുകയും ചെയ്തു. ദറസഫി റൂസിയ മീഖായിൽ നുഐമ. ഇൻതുഖിബ മുസ്തഷാറൻ ലി റാബിത്തൽ കലമിയ. റാബിത്ത കലമിയയുടെ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന് മഷഹൂറായ ഒരു ലഖബുണ്ട്, എക്സാമിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്.
അന്നാസിഖു ഷഹ്റൂബ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ലഖബ്. അതായത് ഇദ്ദേഹം ജീവിതത്തിന്റെ നല്ലൊരു സമയവും ഒരു ലുബ്നാനിലെ ഖലീൽ ജുബ്രാനൊക്കെ മരിച്ച വിഷമത്തിൽ ലുബ്നാനിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒരു ഗുഹയിലായിരുന്നു ജീവിതകാലം ചെലവഴിച്ചത്. അങ്ങനെ ഇദ്ദേഹത്തിന് അന്നാസിഖു ഷഹ്റൂബ് എന്ന് പേര് വന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാന മുഅല്ലഫാത്തുകള് ഒന്ന് അൽ ഖിർബാൽ എന്ന പുസ്തകമാണ്. അൽ ഖിർബാൽ. അൽ ഖിർബാലെ തീം എന്താണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. സബ്ജക്ട് എന്താണ്? ഖിർബാൽ നഖദിലുള്ള പുസ്തകമാണ്. ഖിർബാൽ. പിന്നെ അൽ ആബാ വൽ ബനൂൻ. അതിന്റെ തീം അത് നാടകമാണ്, മസ്രഹിയാണ്, മസ്രഹിയാണ്. ചോദിച്ചിട്ടുണ്ട് അൽ ആബാ വൽ ബനൂൻ എന്താണ്. അടുത്തതും ചോദിച്ചിട്ടുണ്ട് സാദുൽ മആദ്. അതിന്റെ മറുപടി ഒന്നുകിൽ മക്കാല എന്നും അല്ലെങ്കിൽ മുഹാദറാത്ത് എന്നും രണ്ടും പറയാം, കുഴപ്പമില്ല. സാദുൽ മആദ് മുഹാദറാത്താണ് അദ്ദേഹം. അടുത്ത് അബ്ദുൽ മസീഹുൽ ഹദ്ദാദ്. ഈ നമ്മളെ മനസ്സിലിപ്പോ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ റാബിത കലമിയന്റെ 4 റൂസുകൾ നമ്മളെ മനസ്സിലുണ്ട്. ഒന്ന് ഖലീൽ ജുബ്രാൻ, രണ്ടാരാണ് നിങ്ങൾ പറയ്? ഏലി അബു മാദി. 3 അയ്വാ. പിന്നെ അബ്ദുൽ മസീഹുൽ ഹദ്ദാദ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം സിറിയക്കാരാണ്. സിറിയയിലെ ഹമസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. അബ്ദുൽ മസീഹുൽ ഹദ്. ജനനം 1888-ലാണ്. മരണം 1963-ലാണ്. ഈ അബ്ദുൽ മസീഹ് ഹദ്ദാദ് സിലബസിലില്ലേ ഉസ്താദേ? ഒറ്റ മിനിറ്റ് സിലബസിന്റെ പേജ് നോക്കട്ടെ. ഇല്ല, സിലബസിലില്ല. സോറി മാറിപ്പോയതാണ് കേട്ടോ. റഷീദ് പിന്നെ ഓവർ വായനൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് എടുക്കണ്ട. നമ്മള് റഷീദ് അയ്യൂബിന് എടുക്കുന്നാൽ. റഷീദ് അയ്യൂബില്ലേ? ഉണ്ട്. റഷീദ് അയ്യൂബ് ഉണ്ട്. അതുപോലെ പിന്നെ റഷീദ് സലീമുൽ ഖൂരി ഉണ്ട്, മീഷൽ മാലൂഫ് ഉണ്ട്, ഇലിയാസ് ഫർഹാത്ത് ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ. സിലബസിൽ ഇല്ലാത്ത ഉണ്ടെങ്കിൽ പിന്നെ പറയണം കേട്ടോ. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഫലിയകുൻ തൻവീരിയൻ ഹുവ. റഷീദ് അയ്യൂബ് 1871-ലാണ് ജനനം. മരണം 1941-ലാണ്. റഷീദ് സലീം നമ്മളിപ്പോ പറഞ്ഞ അബ്ദുൽ മസീഹുൽ ഹദ്ദാദ് പിന്നെ റാബിത കലമിയന്റെ ആളുകൾ എന്നുള്ള നിലക്ക് വരും കേട്ടോ. ആ നിലക്ക് ശ്രദ്ധിക്കണം.
1871 ജനനം, 1941 മരണം. വുളിദഫി ബസ്കന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഈ JRF കിട്ടാൻ വേണ്ടിട്ടാണെങ്കിലേ കുറച്ച് ഈ സിലബസ് ടച്ച് ചെയ്തൊക്കെ നോക്കേണ്ടി വരൂലേ? JRF വേണ്ടി വരും. നമ്മളിപ്പോ പിന്നെ ദറൂറിയായ മറ്റേ ഓവർ വായനക്ക് അവരെ വിടുക. കാരണം അബ്ദുൽ മസീഹ് ഹദ്ദാദിനൊക്കെ നല്ല റോളില്ലായിരുന്നു. ഈ റാബിത്തൽ കലമിയന്റെ തേസീസില് മജല്ലത്തുൽ ഫുനൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് റാബിത്തൽ കലമിയന്റെ പബ്ലിക്കേഷൻസ് ഫുള്ള് അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ തലയിലായിരുന്നു. അപ്പൊ ഞാൻ റാബിത്തൽ കലമിയന്റെ പബ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. റഷീദ് അയ്യൂബ് മരിച്ചു. 1941 മരണം. 1889 അദ്ദേഹം പാരീസിലേക്ക് ഹിജ്റ പോയി. അദ്ദേഹം ഒരു മുത്തശാഹിമായ കവിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി അഷായിറുൽ ബാക്കി അഷാക്കി, കരയുകയും പരാതി പറയുകയും ചെയ്യുന്ന കവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഉരിഫ ബിഷായിറിൽ ബാക്കി അഷാക്കി. അദ്ദേഹത്തിന്റെ ദീവാൻ അൽ അയ്യൂബിയാറ്റ്, ദീവാന്റെ പേര് അൽ അയ്യൂബിയാറ്റ്. അഗാനി ദർവീഷ്, അഗാനി അദ്ദർവീഷ് വേറൊരു ദീവാന്റെ പേരാണ്. മൂന്നാമത്തെ വേറൊരു ദീവാന്റെ പേരാണ് ഹിയത് ദുനിയ. ഇനി അടുത്തത് ഇല്യാസ് ഫർഹാത്ത് ആണ്, സിലബസിലുണ്ട്. 1893 ജനനം. മരണം 1976. ലുബ്നാനിലെ കഫ്റുഷീമ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനനം. കഫ്റുഷീമ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനനം. ഇദ്ദേഹത്തിന്റെ സാഹിത്യ പ്രാധാന്യം എന്ന് പറഞ്ഞാല് പിന്നെ ബ്രസീലിൽ അതുപോലെ സ്പെയിൻ ഈ നാടുകളിലൊക്കെ നില കൊണ്ട സാഹിത്യ സംഘടനയുടെ പേരാണല്ലോ അൽ ഉസ്ബത്തുൽ അന്തലുസിയ എന്ന് പറഞ്ഞത്. അതിന്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. സാഹമ ഫി തഅസീസിൽ ഉസ്ബത്തിൽ അന്തലുസിയ. സാഹമ ഫി തഅസീസിൽ ഉസ്ബത്തിൽ അന്തലുസിയ. അതുപോലെ തന്നെ ഷാറക ഫി ഇസ്താരി മജല്ലത്തിൽ ജദീദ്, ജദീദ് എന്ന മാസിക പുറത്തിറക്കുന്നതിൽ ഇയാൾക്ക് നല്ല പങ്കുണ്ടായിരുന്നു. ഉസ്ബത്തുൽ അന്തലുസിന്റെ ഒരു മജല്ലയാണത്. ഷാറക ഫി ഇസ്താരി മജല്ലത്തിൽ ജദീദ്. ഇദ്ദേഹത്തിന്റെ അമാലുകളെ വെച്ചിട്ട് എക്സാമിന് ചോദ്യം ഉണ്ട്. അത് ഓർക്കാൻ നല്ല സുഖമാണ്. ഓരോ കാലങ്ങളെ സീസണുകളുടെ പേരാണ്. ഒരു ദീവാന്റെ പേര് അറബി എന്നാണ്, മറ്റൊരു ദീവാന്റെ പേര് അസ്വൈഫ് എന്നാണ്, മറ്റൊരു ദീവാന്റെ പേര് അൽ ഖരീഫ് എന്നാണ്, മറ്റൊരു ദീവാന്റെ പേര് അഷിത എന്നാണ്. ഇനി റഷീദ് സലീം അൽ ഖൂരി, വളരെ
പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഉസ്ബത്തുൽ അന്തലൂസിയന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്നുള്ള ചോദ്യം വരാറുണ്ട്. അത് മീഷാൽ മഹലൂഫാണ്. രണ്ടാമത്തെ പ്രസിഡന്റ് റഷീദ് സലീമുൽ ഖൂരിയാണ്. ജനിച്ചത് ലുബ്നാനിലെ ഫി ഖറിയത്തിൽ ബർബാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചത്. ബർബാറ. ആയിരത്തി 1913 ബ്രസീലിലേക്ക് ഹിജ്റ പോയി. ഹാജറ ഇല ബ്രസീൽ സനത 1913. ഗ്രാമീണ കവി എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. എക്സാമിന് അഷായിറുൽ ഖറവി എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുപോലെ ഷായിറുൽ ഉറൂബ, അറബി കവി എന്നുള്ള പേരിലൊക്കെ. അഷായിറുൽ ഖറവി, ഷായിറുൽ ഉറൂബ. പിന്നെ ഉസ്ബത്തുൽ അന്തലൂസിയന്റെ രണ്ടാം പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. ഈ ഷായിറുൽ ഖർവി ഉണ്ടല്ലോ, അല്ലെ ഖുറവി, അതുപോലെ ഷായിറുൽ കസ്വരി അങ്ങനെ ഒന്നില്ലേ? അതറിയില്ല ഉസ്താദ്. ഒരു ഹൂരി ലൗ ഫി തന്നെയാണ്. ഷൈ ജദീദ് അലിഫ്ന നഫ്റഹു ബിഇൽമിക്കും. കൈസർ സലീം അൽ ഹൂരി അതുകൊണ്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു. ബി റഷീദ് സലീം ഹൂരിന്റെ കുടുംബക്കാരനാ തോന്നുന്നത്. ഒന്ന് കൊട്ടാരം, ഒന്ന് ഗ്രാമീണ എന്നാണ് അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. ഹൂരികൾ ഒരുപാടുണ്ട്. ഇപ്പോ ബഷാറുൽ ഹൂരി ഉണ്ട്, വേറെ ഒക്കെ തന്നെയാണ്, കവികൾ തന്നെയാണ്. അദ്ദേഹം മദനി ആട്ടോ, അഷായിറുൽ മദനി. ഓക്കെ. ഇനി നസീബ് അരീലാണ് അടുത്തത്. സിറിയക്കാരനാണ്, ഷായിറുമാണ്, കാസുമാണ് ഇദ്ദേഹം. ആയിരത്തി 1905 സിറിയയിലെ ഹമസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ആയിരത്തി 1905 അമേരിക്കയിലേക്ക് യാത്രയായി. റാബിച്ച കലമിയയില് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം റാബിച്ച കലമിയനെ പറ്റി ഒരു രൂപം മനസ്സിലുണ്ടായിട്ടുണ്ടാകും. ഖലീൽ ജുബ്രാനി, മീഖായിൽ നൊയ്മ, ഏലി അബു മാദി, അബ്ദുൽ മസീഹുൽ ഹദ്ദാദ്. അതിലേക്കുള്ള ഒരാളാണ് നസീബ് അരീള ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ജനിച്ചത് 1905 എന്താ പറഞ്ഞ? 1887 ജനനം. യാത്ര പോയതാണ് 5. അമേരിക്കയിലേക്ക് യാത്ര പോയത് 1905. ഓക്കെ. ഇദ്ദേഹത്തെ പറ്റിയിട്ട്
ഇദ്ദേഹത്തിന്റെ ഒരു ദീവാൻ എക്സാം 2-3 എക്സാമിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദീവാന്റെ പേര് അൽ അർവാഹുൽ ഹായിറ എന്നാണ്. ഇത് ഇങ്ങനെ ചോദിക്കാൻ കാരണം അൽ അർവാഹുൽ മുത്തമരീദ എന്ന് പറഞ്ഞിട്ട് ഖലീൽ ജുബ്രാൻ വേറെ ഉണ്ട്, പുസ്തകമുണ്ട്. അപ്പൊ എല്ലാവരും ഖലീൽ ജുബ്രാന്റെ ഓപ്ഷനിലേക്കായിരിക്കും പോവാ. പക്ഷെ ഇത് അൽ അർവാഹുൽ ഹായിറാണ്. ബേജാറ നമ്മൾ പറയണ്ടല്ലോ, ബേജാറായ ആത്മാക്കൾ എന്നുള്ള മാനക്ക് അൽ അർവാഹുൽ ഹായിറ. ഈ അർവാഹുൽ ഹായിറ ഇറങ്ങുന്നതിന്റെ 4 ദിവസം മുന്നേ ഇദ്ദേഹം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. റഷ്യൻ ഭാഷകളിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ അറബിയിലേക്ക് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യൻ ഭാഷ നല്ല പിടിപാടുള്ള ആളായിരുന്നു. വേറെയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷെ പിന്നെ എക്സാമിൽ ചോദിക്കപ്പെട്ടതും മഷ്ഹൂറായതും ഇതാണ്, ഈ പുസ്തകമാണ്. ഇനി ഉദബാഉൽ മഹ്ജൽ ഒരാളും കൂടെയാണ് ബാക്കി, മീഷാൽ മാലൂഫ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1889 ജനനം. ൽ മരണം. ഇദ്ദേഹത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ഉസ്ബത്തുൽ അന്ദലുസിന്റെ ആദ്യത്തെ റئീസ് ഇദ്ദേഹമാണ്. അവ്വലു റئീസിൻ ലിൽ ഉസ്ബത്തുൽ അന്ദലുസി. ലുബ്നാനിലെ സഹ്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ആയിരത്തി 1910 ബ്രസീലിലേക്ക് പോയി. 1932 ഇദ്ദേഹമാണ് ഉസ്ബത്തുൽ അന്ദലുസിയ ബ്രസീലിൽ സ്ഥാപിച്ചത്. 1942 ഇദ്ദേഹം മരിച്ചു. ആയിരത്തി 1938 ഇദ്ദേഹം പിന്നെ ബ്രസീലിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്ന പുസ്തകങ്ങളൊന്നും എക്സാമിന് ചോദിക്കപ്പെട്ടിട്ടില്ല, മഷ്ഹൂറുമല്ല. ആകെ മഷ്ഹൂറായത് ഇദ്ദേഹത്തിന്റെ ഒരു കവിതാ നാടകമുണ്ട്, സജീനുൽ ദുൽമ് എന്നാണ് അതിന്റെ പേര്. പക്ഷെ അത് മഖ്തൂത്തയാണ്, ഇതുവരെ ത്വബ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഷാൽ മാലൂഫ് ഹുവല്ലദി അസ്സസൽ ഉസ്ബത്തുൽ അൻദലുസിയ, അതാണ് മീഷാൽ മാലൂഫ്. പിന്നെ എക്സാമിന് അദ്ദേഹം മരിച്ച വർഷമൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, 1942. മരിച്ചതിന്റെ ശേഷം പിന്നെ അതിന്റെ പ്രസിഡന്റ് റഷീദ് സലീമുൽ ഖൂരി ആയിരുന്നു. ഇതോടുകൂടെ ഉദബാഉൽ മഹ്ജർ കഴിഞ്ഞു. ഇനി ഇൻഷാ അള്ളാഹ് നമ്മളെ ഇതിന്റെ 3ാമത്തെ യൂണിറ്റിന്റെ ഒരു 5-6 ആളുകള് ഉദബാഉൽ അന്ദലുസ് അവരുണ്ട്. അതായിരിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ നാളെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ ഷാബിസ്ത? ഉണ്ടാവും. നാളെ വെള്ളിയാഴ്ച അല്ലേ? ആ, വേറെ എപ്പോഴെങ്കിലും ടൈം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് മുന്നിൽ ആയ കുഴപ്പമില്ല. മുന്നിൽ ടൈം ടേബിളിലേ ഇത് നമ്മളെ ഓക്കെ ടൈം ടേബിളിൽ അലാ റാഹത്തിക്കും അലാ കൈഫിക്കും. ഇൻഷാ അല്ലാഹ് ഫൈദൻ യൗമൽ ഇസ്നിൻ ഖാദിം. ഇൻഷാ അല്ലാഹ്.
سأتحدث مع الأستاذ الدكتور تاج الدين ثم أخبرك. ان شاء الله سيدي، ما في مشكله ان شاء الله. والان ننهي الدرس بالصلاه والسلام على رسول الله صلى الله على محمد صلى الله عليه وسلم. صلى الله عليه صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. السلام عليكم ورحمه الله. وعليكم السلام وشكرا لكم. الله يبارك فيكم.